വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റെസിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണാനായിട്ട് ശ്രമിക്കുക. ഫ്രെയിം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ 2 ഫ്ലവേഴ്സ് പറിച്ചൊരു ബുക്കിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് 1 ഡേ വെച്ചാൽ മതിയാകും. പൂവിലെ മോയ്സ്ചറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു സിലിക്കൺ മോൾഡാണ്. ഓൺലൈനിൽ ഇതിൻ്റെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒരു കോട്ടൺ ബഡ്സോ അല്ലെങ്കിൽ കോട്ടൻ്റെ പീസോ വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയാം. പിന്നെ മാക്സിമം നമ്മൾ ഗ്ലൗസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് റെസിൻ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ അത്ര നല്ലതല്ല ശ്വസിക്കാനായിട്ട്. ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന അപ്പോക്സി റെസിനും അതിൻ്റെ ഹാർഡ്നറും. ഇതിൻ്റെ റേഷ്യോ 3:1 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഹാർഡ്നർ എടുത്തോ അതിൻ്റെ ട്രിപ്പിൾ ക്വാണ്ടിറ്റി റെസിൻ എടുക്കണം. നമ്മൾ റെസിൻ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു റേഷ്യോ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. മിക്സ് ചെയ്യാൻ നേരത്ത് എപ്പോഴും ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. ഇവിടെ ഞാൻ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സ്പൂൺ റെസിന് 1 സ്പൂൺ ഹാർഡ്നർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ വെയ്റ്റും റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടൈം എടുത്ത് സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ ബബിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പയ്യെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് കൂടി അതിനകത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി റെസിൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു പകുതി ഗ്ലാസ് റെസിൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് റെസിനിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലിറ്ററാണ്, ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ക്ലോത്തിലൊക്കെ റെസിൻ വീഴാതിരിക്കാൻ വേണേൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ അതിനകത്ത് ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ഇനി അഥവാ ബബിൾസ് വന്നാലും അത് പ്രശ്നമൊന്നുമല്ല. ജസ്റ്റ് ഇതുപോലെ ഒരു ലൈറ്റർ വെച്ച് കാണിച്ചാൽ മതി, ബബിൾസൊക്കെ പൊക്കോളും. ഇനി ഇത് മിനിമം ഒരു 24 hours ഉണക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 24 hours കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് അതിൽ നിന്ന് വിടിയിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇത് ഇരിക്കും തോറും പിന്നെയും ഹാർഡായി തന്നെ വന്നോളൂ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിൻ ഫ്രെയിമാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിൻ ആർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.